ഇതെങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് വീണ്ടും ഒരു യാത്രയെപ്പറ്റിയാണ് കേട്ടോ പറയാനുള്ളത്. ഒട്ടുമിക്ക എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് സ്പോട്ടായ ബാംഗ്ലൂരിലേക്കൊരു യാത്ര. അവിടുത്തെ രുചിയിടങ്ങളും സ്ഥലങ്ങളും ഒക്കെ നോക്കിക്കണ്ട് കൂടെ കൈപിടിച്ച് തെണ്ടാനിറങ്ങാൻ പറ്റിയൊരു കൂട്ടുകാരി കൂടെ ഉണ്ടെങ്കിലോ? അതെ, എൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് അതുകൊണ്ട് തന്നെ കളർഫുള്ളായിരുന്നു. ഒക്കെ കഴിച്ചു എന്നല്ല, എന്തൊക്കെ കഴിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. ഭക്ഷണത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ ഒരുമിച്ച് കൂടിയാൽ രുചിച്ചു തീരാവുന്നതിനേക്കാളും ഏറെ രുചി വൈവിധ്യങ്ങളായിരുന്നു അവിടെ എന്നെ കാത്തിരുന്നത്. അതായിരുന്നു ഈ ദിവസങ്ങളിലെ മെയിൻ ഹൈലൈറ്റും. ഓരോ പുതിയ രുചിയും എന്നെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു പാരമ്യത ഉണ്ടല്ലോ, അത് കണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു പ്രത്യേകതരം കൂട്ടുകാരിയായിരുന്നു എൻ്റേത്. രുചിയിടങ്ങൾക്കിടയിലെ നടത്തമായിരുന്നു അടുത്ത ഹൈലൈറ്റ്. ചർച്ച് സ്ട്രീറ്റിലെ പഴയ ബുക്ക് ഷോപ്പിലെ പുസ്തകമണത്തിന് മൂക്ക് വിടർത്തിയും വാരാന്ത്യ തിരക്കിൽ ഊളിയിട്ടും ഇടയ്ക്കിടെ എത്തുന്ന മഴത്തണുപ്പിൽ നനഞ്ഞും ഞങ്ങൾ എവിടെയൊക്കെയോ അലഞ്ഞു നടന്നു. എപ്പോഴൊക്കെയോ കണ്ണിലുടക്കിയ മനം കുളിർപ്പിക്കുന്ന ദൃശ്യങ്ങളിലൂടെ പണ്ട് മനസ്സിൽ പതിഞ്ഞ ബാംഗ്ലൂർ എന്ന ഗാർഡൻ സിറ്റിയുടെ പച്ചപ്പും നിറങ്ങളുമൊന്നും മുഴുവനായും പോയിട്ടില്ലെന്ന് ആശ്വസിച്ചു ഞാൻ. രുചിഭേദങ്ങൾ തിരഞ്ഞുള്ള ഞങ്ങളുടെ സവാരി ഞങ്ങൾ തുടർന്നു. വയറും മനസ്സും നിറച്ചു. ചിലത് തീരെ പോരെന്ന് വ്യസനിച്ചു. ഒരുപാട് കാഴ്ചകൾ കണ്ടു, സൊറ പറഞ്ഞു, ചിരിച്ചു. എവിടെയെല്ലാമോ കൈകോർത്ത് നടന്നു. ഒരു നല്ല വീക്കെൻഡ് പെട്ടെന്ന് തീർന്നു എന്നോർത്ത് വ്യസനിച്ചു. ഓരോ വരവിലും തൻ്റെ ഓരോ നിറവും ഭാവവും രൂപവുമൊക്കെ കാട്ടുന്ന ബാംഗ്ലൂർ ഇനി തിരിച്ചുപോക്കാണ്. ഒരുപാട് നക്ഷത്രങ്ങൾ നിറച്ച് എന്നെ കണ്ണ് ചിമ്മിക്കാട്ടുന്ന ബാംഗ്ലൂർ നഗരത്തെ നോക്കി ഞാൻ എൻ്റെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ആ അധ്യായം അവസാനിപ്പിച്ചു.